സ്വാഗതം ശർമ്മജി. നമസ്തേ. നമുക്ക് കത്ത് വന്നിരിക്കുന്ന ആറ്റിങ്ങലിൽ നിന്നാണ്. സുശീലാദേവിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. കത്ത് അയക്കുന്നത് മകൾക്ക് വേണ്ടിയിട്ടാണ്. വിവാഹം കഴിഞ്ഞ് 6 മാസമായപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും പിണങ്ങിപ്പോന്നു. 2 വീട്ടുകാരും സമുദായക്കാരും വിവാഹം കഴിഞ്ഞ് 6 മാസമായപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോന്നു. 2 വീട്ടുകാരും സമുദായക്കാരും ഇടപെട്ടും സംസാരിച്ചും ഒക്കെ നോക്കിയിട്ടും ഒരുമിച്ച് പോകാൻ തയ്യാറാകുന്നില്ല. വിവാഹം പൊരുത്തമൊക്കെ നന്നായി നോക്കി നടത്തിയതാണ്, നല്ല പൊരുത്തവുമുണ്ട്. ഈ ബന്ധം മുന്നോട്ട് പോകണമെന്നാണ് കുടുംബക്കാർ എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. പുനർഭൂ എന്ന് പറയുന്ന സാധ്യതയുള്ള ഒരു ജാതകമാണ്. എന്താണ് പുനർഭൂ? പുനർവിവാഹത്തെ ഉണ്ടാക്കി വെക്കുന്നതാണ് പുനർഭൂയോഗം. പുനർവിവാഹം ഉണ്ട് എന്ന് കാണുമ്പോൾ നല്ലോണം പൊരുത്തം നോക്കിയാണ് നടത്തിയത് എന്ന് പറയുന്നതിൽ വലിയ കഴമ്പില്ല. കാരണം കഴിഞ്ഞ ഒരു എപ്പിസോഡുകളിൽ വന്ന പോലെ 2 or 3 വിവാഹ യോഗങ്ങൾ ഉള്ള, അതായത് ജാതക നിലയിൽ 7ാം ഭാവത്തിൽ അക്ഷബിന്ദുക്കൾ, അതായത് വളരെ വിസ്തരിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ചുരുങ്ങിയ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് തീരുന്നതല്ല. എത്ര അക്ഷങ്ങളുണ്ടോ അത്രയും രശ്മിബലത്തോടു കൂടിയ അക്ഷങ്ങളുണ്ടോ അത്രയും വിവാഹം കഴിക്കുമെന്നാണ്. അത് റിക്കാർഡിക്കലോ അൺറിക്കാർഡിക്കലോ ദൈവം മുമ്പാകെ എന്നർത്ഥം. ചിലത് റിക്കാർഡിക്കൽ വരാം, ചിലത് റിക്കാർഡിക്കൽ അല്ലാതെ വരാം. ഗാന്ധർവം, സ്വയംവരം, സംബന്ധം, വിവാഹം, വേളി, ഇങ്ങനെയൊക്കെ പറയുന്ന പലതരത്തിൽ പറയുന്ന രീതിയിൽ എല്ലാം വിവാഹബന്ധങ്ങൾ തന്നെയാണ്. അപ്പം ആദ്യ വിവാഹത്തിൻ്റെ ഡ്യൂറേഷൻ എത്ര വർഷമുണ്ട് എന്ന് നോക്കുക. ഹ്രസ്വമാണെങ്കിൽ അവ നാൾപ്പൊരുത്തോ അല്ലെങ്കിൽ ഗ്രഹനിലപ്പൊരുത്തോ ഒന്നും നോക്കിയിട്ട് തന്നെ കാര്യമില്ല. 2ാമതും 3ാമതും അതായത് പുനർഭൂ വിവാഹം യോഗമുണ്ടെങ്കിൽ ആ പുനർഭൂ എന്ന് പറയുന്ന ആ ഗ്രഹത്തിന് എത്ര കണ്ട് മൈലേജുണ്ട്, എത്ര കാലം ആ ബന്ധം നിലനിൽക്കും, അതാണ് കൂടുതൽ എങ്കിൽ 10 or 25 വർഷം അതിന് മേലോട്ടുണ്ടെങ്കിൽ അവിടം വരെ വിവാഹത്തിന് വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതുപോലെ ദൈർഘ്യമേറിയ വിവാഹബന്ധമുള്ള ബന്ധം സെലക്ട് ചെയ്യുകയോ ചെയ്യുക. അതിനുശേഷം വേണം രാശിപ്പൊരുത്തം, രാശാധിപപ്പൊരുത്തം, വശ്യപ്പൊരുത്തം, മാഹേന്ദ്രപ്പൊരുത്തം, ഗണപ്പൊരുത്തം, ദീർഘപ്പൊരുത്തം, രജുപ്പൊരുത്തം, വേദപ്പൊരുത്തം, ദിനപ്പൊരുത്തം, പാപസാമ്യപ്പൊരുത്തം, ഇങ്ങനെയൊക്കെയുള്ള പൊരുത്തങ്ങൾ നോക്കാനായിട്ട്. കാരണം ബന്ധം ഏതായാലും വേറെ വിട്ട് പോകും. 2-3 വിവാഹമുണ്ട് എന്ന് കാണുന്ന സ്ത്രീ ജാതകത്തിൽ പിന്നെ എന്തിനീ പൊരുത്തം നോക്കുന്നു? അത് വളരെയധികം ദൈർഘ്യമുള്ള ഒരു ബന്ധത്തിന് വേണ്ടി നമ്മൾ മെനക്കെട്ടാൽ പോരെ. ഇവിടെയാണ് സംഭവിച്ചത്. സമുദായക്കാർ പറഞ്ഞാലും അതുപോലെ തന്നെ ദൈവം ഇറങ്ങി വന്നാലും ചിലപ്പോൾ നിന്നെന്ന് വരികയല്ല. അതുപോലെ തന്നെ നടക്കേണ്ട കല്യാണത്തിനും സമുദായക്കാർ ഇടപെട്ടാലും അല്ലെങ്കിൽ എന്തെല്ലാം മധ്യസ്ഥന്മാരെ ഇടപെട്ടാലും ഇല്ല നടന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയുന്നത് മുജ്ജന്മപരമായ ബന്ധങ്ങളാണ്. ആ ഗ്രഹങ്ങളുടെ മൈത്രിയാണ്. വന്നു കഴിയുമ്പോഴത്തേനും അതിനിടയ്ക്ക് മാതാപിതാക്കളോ അല്ലെങ്കിൽ ബഹുജനങ്ങളോ നാട്ടുകാരോ കരയോഗമോ സമുദായമോ മറ്റ് പോലീസോ പട്ടാളമോ കോടതി ഇടപെട്ടാലും ഇടപെട്ടാലും നടക്കേണ്ട വിവാഹങ്ങൾ എത്രയോ നടന്നു പോകുന്നു. ആരെതിർത്താലും വിവാഹം നടക്കും. അതുപോലെ എത്ര പേര് യോജിപ്പിക്കാൻ ശ്രമിച്ചെന്നാലും പുനർഭൂ യോഗമുണ്ടെങ്കിൽ അത് വേർപെട്ട് പോകും. അപ്പോൾ പുനർഭൂ ഉണ്ടോ, 2ാം വിവാഹം 3ാം വിവാഹം മുതലായതൊക്കെ ഉണ്ടോ എന്ന് ആദ്യം നോക്കിയിട്ട് നടത്തുകയായിരുന്നു വേണ്ടത്. ഇതിൽ പുനർവിവാഹ യോഗം ഉണ്ട്. പ്രത്യേകിച്ച് 2027-28 കാലഘട്ടങ്ങളിൽ പുനർവിവാഹ യോഗ സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ദശാകാലങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വിസ്തരിക്കുന്നില്ല. പുനർഭൂ എന്ന് പറയുന്ന യോഗം, ഈ യോഗം ഉള്ളത് കൊണ്ടാണ് ആദ്യത്തെ പിരിഞ്ഞിരിക്കുന്നത്. ഇനിയുള്ളത് നിലനിന്ന് പോവാനും അതിൽ സന്താനങ്ങളുണ്ടാവാനും അതിനകത്ത് സമുദായക്കാരും അതുപോലെ തന്നെ മറ്റ് നിയമപരമായ കാര്യങ്ങളൊന്നും ചോദ്യം ചെയ്യാതെ സ്മൂത്തായിട്ട് ആരും അങ്ങനെയൊന്നും ഇടപെടാതെ അറിയാതെ പ്രശ്നം ഉണ്ടാക്കാതെ പോകണമെന്നുള്ളതല്ലേ എല്ലാവരുടെയും ചിന്താഗതി. അല്ലാതെ എന്തെങ്കിലും കശപിശ ഭാര്യാഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഉടനെ സമുദായം അറിഞ്ഞു, കോടതി അറിഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ കയറി കോളറിന് പിടിച്ചു, കത്തിച്ചു, അല്ലെങ്കിൽ 2 കൊടുത്തു, മര്യാദയ്ക്ക് ചിലവിന് കൊടുത്ത് അവിടെ നിന്നോണം കേട്ടോളാ എന്നൊക്കെ പറഞ്ഞു, കേട്ടോളാമെന്ന് പറയുന്നു. പിന്നെ അയാൾ പോയി കള്ളു പിടിച്ച് പിന്നെ എന്നെ നീ കോടതി കയറ്റി അതായതാണെന്ന് പറഞ്ഞു. ഇങ്ങനെയൊന്നും വേണ്ട. ഇതൊക്കെ പുനർഭൂ യോഗമുണ്ടെങ്കിൽ കണ്ടുപിടിച്ചാൽ അത് വെച്ച് നോക്കി അങ്ങ് നടത്തിയാൽ മതി.
ഇനിയിപ്പോൾ 2027-28 കാലഘട്ടങ്ങളിൽ നല്ല മൈലേജുള്ള ഒരു വിവാഹബന്ധം വരും. അതിൽ സന്താനങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും കാണുന്നില്ല. ദീർഘസുമംഗലി എന്ന കർമ്മങ്ങൾ ഒരു മണ്ഡലക്കാലം ചെയ്തു കൊടുക്കുക. അതോടൊപ്പം അവനവൻ്റെ ഗ്രഹനില ഇതാണെന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഈ പറഞ്ഞ പ്രതിവിധികൾ ചെയ്യുക. മറ്റേ ബന്ധങ്ങൾ കഴിവതും വേഗം തന്നെ പിരിച്ചുവിടുന്നതാണ് നല്ലത്.